ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംഘത്തിന് അഭിഭാഷക മാത്രമല്ല, വിരമിച്ചൊരു പോലീസുകാരനുമുണ്ട്. തട്ടിക്കൂട്ട് സംഘടനകൾക്ക് പോലും പണം വാങ്ങി നൽകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞ് മുൻ പോലീസുകാരനായ വേണുഗോപാലാണ് വിശ്വാസം നേടിയെടുക്കുന്നത്. 10 ലക്ഷം മുതൽ കോടികൾ വരെ ബിജുവിന് കമ്മീഷനായി നൽകിയവർ നിരവധിയാണ്. CSR ഫണ്ട് നേടാനായി തമിഴ്നാട്ടിൽ നിന്ന് സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കേരളത്തിൽ നിന്നുള്ള ട്രസ്റ്റ് ഭാരവാഹികളാണെന്ന് പരിചയപ്പെടുത്തിയ ഞങ്ങൾക്ക് ദിവസങ്ങളുടെ പരിശ്രമത്തിനൊടുവിലാണ് ബിജുവിനെ കാണാൻ കഴിഞ്ഞത്. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. നേരിട്ട് അനായാസമായി ബിജുവിനെ കാണാമെന്ന് ആരും കരുതണ്ട. അതിന് കൃത്യമായ കടമ്പകളുണ്ട്. മനോഹരമായി സംസാരിക്കുന്ന ജീവനക്കാർ, കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന അന്തരീക്ഷം, ഫണ്ടിനായി എത്തുന്ന ഇര വലയിൽ വീണുവെന്ന് ഉറപ്പായാൽ മാത്രമേ ബിജുവിനടുത്തേക്ക് പ്രവേശനമുള്ളൂ. ബിജു രാധാകൃഷ്ണന്റെ സ്ഥാപനങ്ങളിൽ എന്തു നടക്കുന്നു എന്നറിയാൻ ദിവസങ്ങൾ നീണ്ട അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. 3 സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് തേടി ഇടനിലക്കാരായി ഞങ്ങൾ മെറിഡിയൻ എന്ന കാക്കനാട്ട സ്ഥാപനത്തിൽ എത്തി. ഓഫീസിന്റെ സ്വീകരണ മുറിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതാനും സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഇരിക്കുന്നു. കയ്യിലെ തുണിസഞ്ചികൾക്കുള്ളിൽ നോട്ടുകെട്ടുകൾ. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം തമിഴ്നാട് സ്വദേശികൾക്ക് ബിജു രാധാകൃഷ്ണന്റെ മുറിയിലേക്ക് വിളിയെത്തി. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് സന്തോഷത്തോടെ തമിഴ്നാട് സ്വദേശികൾ പുറത്തിറങ്ങി. പണം അകത്തെ ക്യാബിനിൽ കൈമാറിയതായി വ്യക്തം. കോടികളുടെ CSR ഫണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുമെന്ന വാഗ്ദാനം ബിജുവിൽ നിന്ന് ലഭിച്ചതായി പുറത്തിറങ്ങിയവരുടെ മുഖഭാവങ്ങളിൽ വ്യക്തം. പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലേക്ക് ഞങ്ങൾക്ക് വിളിയെത്തിയത്. ആലപ്പുഴ സൈബർ സെല്ലിൽ നിന്നും വിരമിച്ച പോലീസുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ വേണുഗോപാൽ എന്നയാൾ ഞങ്ങൾക്ക് മുന്നിലെത്തി. മതിയായ രേഖകൾ നൽകി പണവുമടച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ കോടികളുടെ CSR ഫണ്ട് തരപ്പെടുത്തി നൽകുമെന്ന് വാഗ്ദാനം. പുതിയ സംഘടന രൂപീകരിക്കുന്നതിനും സഹായം നൽകും. തട്ടിക്കൂട്ട് സംഘടനകൾക്കും പണം വാങ്ങി നൽകാൻ വഴിയുണ്ടെന്ന് വേണുഗോപാലിന്റെ പ്രലോഭനം. ലോകം മൊത്തം ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള എൻ്റെ ഈ ആരുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എനിക്ക് ഞാൻ സ്വന്തം ചെറിയ ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ്സിനകത്തുനിന്ന് പിന്നെ മറ്റ് ഇതിനെക്കുറിച്ചൊന്നും ലാഭം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ചാരിറ്റി ആക്ടിവിറ്റിക്ക് ഒരു 1 ലക്ഷം രൂപ എല്ലാ വർഷം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ 1 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് ജയിലിനായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നു ഉള്ളതാണ്. ഇങ്ങനെ 15 ലക്ഷത്തിലധികം ഡോണേഴ്സ് ഉള്ള ഒരു കൺസോർഷ്യം. അടുത്തതായാണ് ബിജുവിന്റെ മാനേജർ ബെർലിന്റെ വരവ്. വേണുഗോപാൽ കാര്യങ്ങൾ വിശദീകരിച്ചതിനാൽ സാമ്പത്തിക വശങ്ങളിലാണ് മാനേജറുടെ ഊന്നൽ. ഏത് കാര്യത്തിനും മുൻകൂർ പണം നൽകണം. ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപ നൽകിയാൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം. അടുത്ത മാസമായിട്ട് 2000 രൂപ തരാം. നമുക്ക് പ്രാക്ടിക്കലാണ്, മനസ്സിലായ. ഞാനൊരു 100 കോടി രൂപ അടുത്ത മാസം സാറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സാറിന്റെ 100 ക്വസ്റ്റ്യൻ വരും. On what purpose you receive this? What is your project? Where are you going to implement? What are the feasibility report? കാര്യമായ ക്രയവിക്രയങ്ങളില്ലാത്തതിനാൽ ആദ്യ ട്രസ്റ്റിനെ ബിജു രാധാകൃഷ്ണന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ ജീവനക്കാർ തയ്യാറായില്ല. ആശുപത്രി സ്ഥാപിക്കുന്ന ലക്ഷ്യത്തോടെ എത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ട്രസ്റ്റിനും ആദ്യ ചർച്ചയിൽ അകത്തേക്ക് പ്രവേശനം ലഭിച്ചില്ല. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, സാർ എനിക്കിപ്പോൾ ഞങ്ങളൊരു പാരന്റ് കമ്പനി ദുബായിലുണ്ട്, ഞങ്ങൾക്ക് ഒരു 10 കോടി രൂപ അല്ലെങ്കിൽ 100 കോടി രൂപ തരാൻ തയ്യാറാണ്. എനിക്കൊരു ട്രസ്റ്റ് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നാൽ 1 മാസത്തിനുള്ളിൽ ഈ ഫണ്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഞാൻ കൊണ്ടുവരാം. വേണ്ട ഇല്ലാതെ കൊണ്ടുവരാം. വനിതാ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ആസ്ഥാനമായ ട്രസ്റ്റിന് ആദ്യ ചർച്ചയിൽ ബിജുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണമുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 36 കോടി രൂപയുടെ സഹായം ലഭിച്ചെന്ന് അറിയിച്ചതോടെ അടുത്ത ദിവസം എത്താൻ നിർദ്ദേശം. മുന്നിലെത്തുന്ന ആളുകൾ പൂർണ്ണമായി പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ടെന്ന് ഉറപ്പായാൽ മാത്രമേ ഇടപാടുകാർക്ക് ബിജു രാധാകൃഷ്ണന്റെ അടുത്തേക്ക് പ്രവേശനമുള്ളൂ. പ്രോസസിംഗ് ഫീസ് എന്ന പേരിൽ വാങ്ങുന്ന 2.5 ലക്ഷത്തിനൊപ്പം CSR ഫണ്ടിനുള്ള കമ്മീഷൻ മുൻകൂറായി അടയ്ക്കണം. 10 കോടിയുടെ ഫണ്ടിന് 20 ലക്ഷമെങ്കിലും അടച്ചാൽ മുന്നോട്ടു പോകാം. പണത്തിന്റെ ഏറിയ പങ്കും കറൻസിയായി നൽകുകയും വേണം. 10 ലക്ഷം മുതൽ 1-2 കോടികൾ വരെ ബിജുവിന് കമ്മീഷനായി നൽകിയവർ നിരവധിയാണ്. പണമടച്ച ശേഷം CSR ഫണ്ട് ലഭിച്ചവരെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ജീവനക്കാർക്ക് മറുപടിയുമില്ല.
സോളാർ തട്ടിപ്പ് കേസിലെ ഇരകൾക്ക് നീതി ലഭിക്കാത്ത നാട്ടിലാണ് അതേ കേസിലെ പ്രതി പുതിയ രൂപത്തിൽ വീണ്ടും കൊള്ള നടത്തുന്നത്. തട്ടിപ്പ് ശൃംഖലയുടെ വേരറക്കാൻ അധികൃതർ തയ്യാറാവണം. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.